അടുത്തത് മീന കൂറാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. ഇവർക്ക് 5-ാം ഭാവത്തിലെ വ്യാഴ ശുക്രന്മാരുടെ യോഗം കൊണ്ട് വളരെ വലിയ ഈശ്വരാനുഗ്രഹം ഉള്ള കാലമാണ്. എന്നാൽ ലഗ്നത്തിലെ ശനി ചില പുതിയ ഉത്തരവാദിത്തങ്ങളും കുറേയേറെ ശ്രമകരമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അവരവർ ചെയ്യുന്ന ജോലി മന്ദഗതിയിലാണ്, പോരാ, ഇത് ഇങ്ങനെ ചെയ്താൽ ഈ സമയബന്ധിതമായിട്ട് ജോലി ചെയ്ത് തീർക്കാൻ സാധിക്കില്ല എന്നൊക്കെയുള്ളതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മനസ്സിൽ തോന്നാം. എങ്കിലും അഥവാ അതിൻ്റെ പേരിൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടുന്നില്ല എങ്കിൽ പോലും അത് അടിസ്ഥാനമാണ്, അടിത്തറ നിർമ്മിക്കലാണ് എന്ന് മനസ്സിലാക്കുക. ദീർഘകാലത്തേക്കുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ നല്ലതാണ്. ഈ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനവിനിയോഗങ്ങളോ പദ്ധതികളോ നടത്താതിരിക്കുകയാണ് നല്ലത്. എന്തായാലും ഇപ്പോൾ നടത്തുന്ന ആ കഠിനമായിട്ടുള്ള അധ്വാനിക്കേണ്ടി വരും. ആ അധ്വാനത്തിൻ്റെ ഫലം പിന്നീട് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുന്നതാണ്. നിക്ഷേപ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവ് ചെയ്യേണ്ടി വരും. അതുപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒക്കെ വേണ്ടതായിട്ടുള്ള ചിലവുകൾ കൂടുന്നതായിട്ട് കാണാം. അതൊക്കെ പിന്നീട് മെച്ചപ്പെടുന്ന ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. സാമ്പത്തിക സ്ഥിതി മുൻപുണ്ടായതിനേക്കാൾ കുറച്ചുകൂടെ ക്രമേണ മെച്ചപ്പെട്ട് വരുന്നതായിട്ട് കാണാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് വാദസംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ നാഡീ സംബന്ധമായിട്ടുള്ളതോ ആയിട്ടുള്ള ചില രോഗങ്ങൾ, മുട്ട്, ജോയിൻറ്റ് പെയിൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കാലിന് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. നടുവേദന ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ ശ്രദ്ധിക്കുകയും ശരീരത്തിന് വേണ്ടത്ര വിശ്രമം കൊടുക്കുകയും അതിനുവേണ്ടി ശ്രദ്ധിക്കുകയും വേണം. ഇവരുടെ കുടുംബപരമായിട്ട് നോക്കിയാൽ മക്കളിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള സന്തോഷം, അതായത് മക്കളെ കൊണ്ടുള്ള നേട്ടം, അവർക്ക് വിദ്യാഭ്യാസത്തിലോ ജോലി കിട്ടുന്നതിൽ കൂടെയോ ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള സന്തോഷം അറിയിക്കുകയും അത് കുടുംബത്തിൽ പങ്കിട്ട് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കുടുംബാംഗങ്ങളുടെ പൊതുവെയുള്ള ഒരു അംഗീകാരവും ഒക്കെ നമുക്ക് കിട്ടും. നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൂടുതലുണ്ടാകും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഈ കുടുംബത്തിൽ ഒരു സമാധാനപരമായിട്ടുള്ള സന്തോഷത്തോടു കൂടിയുള്ള കാലമാണ് ഈ ഒരാഴ്ച ഉണ്ടാകാൻ സാധ്യതയുള്ളത്. നമസ്കാരം.